2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 1 ലിറ്ററിൽ ടർബോ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2 MG കണ്ട്, 2 ഫോക്സ് വാഗൺ കണ്ട്, ഇനി 4 കിയ നമ്മൾ കാണാൻ പോവാണ്. അതെ അതെ, രണ്ടും 2024 മോഡല് ന്യൂ ഷേപ്പിൽ വരുന്ന HTK ഡീസൽ മാനുവൽ ആണ് വാഹനം വരുന്നത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അനസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, ക്യാപ്സ് കാസിലെ. അതെ, സ്വാഗതം അനസേ. സ്വാഗതം. വെൽക്കം. നിങ്ങളും വെൽക്കം. സ്വാഗതം ചെയ്യാലെങ്കിൽ പ്രേക്ഷകർക്ക് സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അനസ് നോമ്പൊക്കെ എടുത്ത് ക്ഷീണത്തിലാ അല്ലേ? കാണുന്നില്ലേ? അല്ല, കണ്ടിട്ടൊന്നുമില്ല, ചോദിച്ചാലേ നോമ്പ് എടുക്കല്ലേ? ഓക്കെ. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന വീഡിയോയിൽ എന്തോ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വന്നവര് പറയുന്നുണ്ട് നീ വീഡിയോനെക്കാളും മെലിഞ്ഞിട്ടാണല്ലോ നേരിട്ട്. വീഡിയോനെക്കാളും മെലിഞ്ഞിട്ടാണല്ലോ നേരിട്ടില്ല, എന്നെ തടിപ്പിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലേക്കുള്ള കാര്യമല്ലത്. ഓക്കെ. അപ്പോൾ ക്യാപ്സ് കാസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവനന്തപുരമാണ്, കോഴിക്കോട് ജില്ലയിലെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. വണ്ടികളെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. കോമ്പാക്ട് SUV സെഗ്മെന്റ് കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലായ്പ്പോഴും ഉണ്ടാകാറുള്ളത്. ഇങ്ങനത്തെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ക്യാപ്സിലേക്ക് തന്നെ തിരഞ്ഞെടുക്കാം അല്ലേ? ഓക്കെ. കോമ്പാക്ട് SUV തന്നെയാണ് അധികം ഉണ്ടാവാറ്. ഇന്നത്തെ അത് തന്നെയല്ലേ? ഇന്നും അത് തന്നെ. നമ്മളെ കിയ, നമ്മളെ കാരൻസ്, നമ്മുടെ ടൈഗോൺ, നമ്മളെ MG, നമ്മളെ ഇതൊക്കെ തന്നെ. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കാണുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ് അടിച്ചത്, നമ്മുടെ പ്രേക്ഷകർ എവിടെയൊക്കെയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒരാൾ നടുക്കടല്ല നടുവെന്ന്, അതായത് മറൈൻ ഇതിലാണ്, മറൈൻ എഞ്ചിനീയറാണെന്ന് തോന്നുന്നു. നടുക്കടല്ല നടുവ് കുത്തിട്ട് സിഗ്നൽ കിട്ടിയ പാച്ചാണ് മെസ്സേജ്. അത്ര ആൾക്കാരുണ്ട് കേട്ടാ. കണ്ടാ, മനസ്സിലായ പവർ ഇനിയും വരട്ടെ. അതെ. അപ്പൊ ഇത് കാണുന്നവര് നിങ്ങൾ എവിടെയൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ കണ്ടു നോക്കാം. പ്രൈസിങ് എങ്ങനെ? എല്ലാം കുറച്ചിട്ടുണ്ട്. പെരുന്നാളൊക്കെ വരാൻ പോവാണ്. എടുക്കണ ആളുകൾക്ക് അങ്ങനെ തന്നെ ഉള്ളൂ. നമ്മളെ ആഗ്രഹം അതാണല്ലോ. നമ്മളിത് ഇവിടെ കാഴ്ച ബംഗ്ലാവ് പോലെ വെച്ചതല്ലല്ലോ, നമുക്ക് കൊടുക്കാന്നുള്ള ഉള്ളൂ. അപ്പൊ അതിന്റെ പെരുന്നാളായതുകൊണ്ട് അതിൻ്റെതായ ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം എൻക്വയറി എന്തായാലും കൂടുതലായിരിക്കും ഈ മന്ത്. ഓക്കെ. എന്തായാലും ബാക്കി നമുക്ക് ഓരോന്നായിട്ട് സ്റ്റോക്കിലായിരിക്കും. ഓക്കെ. ആദ്യ വാഹനം MG ആണ്, ഹെക്ടർ KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി. അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി ബ്ലാക്ക് കളറിൽ. സെക്കൻഡ് ഓണർഷിപ്പ് 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 2020 38,000 കിലോമീറ്റർ അല്ലേ? 36,000. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. 4 പുതിയ ടയേഴ്സ് ആണ്. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. പെട്രോൾ അടിക്കുക, പോവുക, കറങ്ങുക, ഈദടിച്ച് വിളിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ എത്ര ചോദ്യത്തിന് നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 11,25,000 രൂപ. 11,4 ലക്ഷം. 2020 മോഡൽ 36,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇനി അടുത്ത 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ടയറാണെങ്കിൽ ഇനി ഒരു 40,000-40,000 കിലോമീറ്റർ ഓടും. പുതിയ ടയറാണ്, ഒന്നും ചെയ്യാനുമില്ല. ഓക്കെ. മൈലേജ് അറിയാലോ, ഒരു 8 to 11 വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഒരു സുഖം തന്നെയാണ് ഓടിക്കാനുള്ള. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. MG എല്ലാ പ്രാവശ്യം എല്ലാ വീഡിയോയിലും പറയണതാണ്. ഈ പറയുന്ന പോലെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 360 ഡിഗ്രി ഓരോരുത്തർ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. പിന്നെ പ്രത്യേകിച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ വണ്ടിയെ പറ്റി കൂടുതൽ അറിയണമെന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ല, എനിക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് മുഷ്പില്ല, കേൾക്കുന്നവർക്ക് ഇല്ലാതിരുന്നാൽ മതി. കേട്ട ആളുകളുണ്ടാവും. ഇവന് എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാ വണ്ടി കാണിക്കണം, ഇത് തന്നെയാ എനിക്ക് പറയാനുള്ളൂ. അത് ചിന്തിക്കാവുന്ന. ഇതിൽ ഈ പറയുന്ന പോലെ പനോരമിക് സൺറൂഫ് ആൾക്ക് പനിയാ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പനോരമിക് സൺറൂഫ്, വെന്റിലേഷൻ, മറ്റേ 360 ഡിഗ്രി ക്യാമറ, വോയിസ് കമാൻഡിങ്, അങ്ങനെ ഒട്ടുമിക്ക ഒരുവിധ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഓക്കെ. ലോൺ എത്ര കയറും? 85-90%. ചിലപ്പം നല്ലൊരു പ്രൊഫൈലാണ് 100% ലോൺ കയറും. ഫുൾ ലോൺ വരെ. MG പൊതുവെ മെയിൻ്റനൻസ് എങ്ങനെ? പെട്രോളിനൊക്കെ വളരെ കുറവാണ്. ഒരു 8,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ സർവീസ് ചെയ്തു പോകും. കമ്പനിയിൽ നിന്ന് തന്നെ. അടുത്തോട്ട് വീണ്ടും MG തന്നെ, KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഹെക്ടർ തന്നെയല്ലേ ഇത്? ഇത് ഹെക്ടർ തന്നെയാണ്. ഇതേതാ മോഡല്? ഇത് 2022 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ് വരുന്നത്.
നേരത്തെ കണ്ടത് DCT ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. അതിനേക്കാൾ 1 കിലോമീറ്ററായിട്ട് അധികം മൈലേജ് കിട്ടും. അതെ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മൈലേജ്, 2 കിലോമീറ്റർ വരെ അധികം മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ഷേപ്പ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറി വരും അല്ലേ, മാറ്റം വന്നിട്ടുണ്ട്. 22 ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ പോയിട്ടുള്ളൂ കേട്ടോ 22. അതും മൈന്യൂട്ട് ആക്സിഡന്റ് പോലും ഇല്ല. വാറണ്ടി ഉണ്ടോ? കഴിഞ്ഞ കമ്പനി 2027 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി ഉണ്ട്. ഇനി ഒരു വർഷം കൂടെ വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ളൊരു വാഹനമാണ്. നമ്മൾ ടയറും ഉണ്ട്, ഫസ്റ്റ് ടയറാണ്. 17,000 ഓടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 35-40 ഫസ്റ്റ് ടയർ ഓടാം. അപ്പോൾ ഇനി എന്തായാലും 2 വർഷം ഒക്കെ ഒരു കസ്റ്റമർക്ക് ഓടിച്ചു കൊണ്ടെടുക്കാനുള്ള ടയേഴ്സ് ഉണ്ട് അതിൽ. എത്ര ചോദ്യം? എത്ര നമ്മൾ ചോദിക്കാൻ 14,25,000 രൂപ. 14,4 ലക്ഷം 17,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് 2022 മോഡൽ ഹെക്ടർ. ഓക്കെ, ലോൺ എത്ര കയറും? ഇതും നേരത്തെ പറഞ്ഞ മാതിരിയാണ്. നമുക്ക് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? അന്ന് ഇറങ്ങുന്നേരം ഏകദേശം 25 സംതിങ് വരുന്നുണ്ട്. ഇന്ന് ഇപ്പം റേറ്റ് കുറയാ ചെയ്തത്, ഇപ്പോൾ 24 റുപ്യ പുതിയതിൻ്റെ വില. ഓക്കെ, അപ്പോൾ ലോൺ ഒരു 85-90 എന്തായാലും കയറും അല്ലേ? 90 എന്തായാലും കയറും. 90 കയറും. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. വണ്ടീൻ്റെ കാര്യം വണ്ടി ഇവാലുവേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കിട്ടുന്ന വിലയാണ് ആ പറയുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ എന്തായാലും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ലോൺ. ഓക്കെ, അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൺ KL 7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ, GT-യുടെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. GT അല്ല, GT ബാഡ്ജിങ് മാത്രം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് പറയുന്ന മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു 6-7 മാസം മുമ്പ് കാണിച്ചിട്ടുണ്ട്. 7 മാസം മുന്നേ വിറ്റുപോയതാണ്. ഇപ്പോൾ നമ്മളൊരു ബൈബാക്കിൽ നമ്മൾ റിട്ടേൺ എടുത്താൽ ഇവിടുന്ന് ഹെക്ടർ പ്ലസ് ഡീസൽ മാനുവൽ ഉണ്ടായിരുന്നു, അതെടുത്തു നമ്മളിത് ബൈബാക്കായിട്ട് തിരിച്ച് റിട്ടേൺ എടുത്തു. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2023 മോഡൽ കംഫർട്ട് ലൈനിൽ സെക്കൻഡ് ഓണർഷിപ്പ് 24,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 24,500. വാറണ്ടി എത്ര വരിക? 2027 വരെ ഉണ്ട്. 23 വണ്ടിയാണ്, 4 വർഷത്തെ 27 വരെ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അതെ, കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് ഓപ്ഷനാണ്. കംഫർട്ട് ലൈൻ 1 ലിറ്റർ ടർബോ എഞ്ചിൻ മാനുവൽ ആണ് വരിക. അതെ, സ്റ്റാർട്ടിംഗ് ഓപ്ഷനാണ്. പക്ഷേ അതിൽ തന്നെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഒരുവിധം ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് അടക്കം ഒരുവിധം ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ടായില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. പിന്നെ 1 ലിറ്റർ ടർബോ ആണ്, അത്യാവശ്യം പവറും ഉണ്ടാവും, എന്നാൽ മൈലേജും ഉണ്ട്. ഒരു 13-15 റേഞ്ചൊക്കെ 15 വരെയൊക്കെ മൈലേജും കിട്ടും. പെട്രോൾ മാനുവൽ ആയതുകൊണ്ട് ഇനി ഒന്ന് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ടർബോ പിടിപ്പിച്ചാൽ കത്തിച്ചു പോവുകയും ചെയ്യാം. ഓക്കെ, RPM ഒന്ന് കയറ്റി കൊടുത്താൽ മതി, അത് പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ പോക്കായിരിക്കും. പിന്നെ ക്ലെയിം ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറണ്ടി തന്നെയാണ്, വാറണ്ടി ഉള്ള വണ്ടി. എത്ര ചോദ്യം ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 8,45,000 രൂപ. 8,45,000 നിങ്ങൾക്കൊരു ടൈഗൺ കൊണ്ടുപോകും. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന മാനുവൽ വണ്ടി, കംഫർട്ട് ലൈൻ, സ്റ്റാർട്ടിംഗ് ഓപ്ഷനാണ്. ലോൺ ഒരു 7,500 കിട്ടും. 7,500 ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഫോക്സ് വാഗൺ ടൈഗൺ തന്നെ. എല്ലാം രണ്ടെണ്ണം വെച്ച് കാണിക്കുന്നത്. എല്ലാം 2 സെൽട്ടോസ് 2 എല്ലാം ഉണ്ടല്ലേ ബാക്കിൽ? ഡബിൾ 2. ഇത് KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 1 ലിറ്ററിൽ ടർബോ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 42,000. ഇതിലെ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരും. നേരെ മറിച്ച് GT-യിലേക്ക് പോകുമ്പോൾ അത് വരുന്നില്ല, സീറ്റ് വെന്റിലേഷൻ വരില്ല GT-യിലേക്ക് പോകുമ്പോൾ. അതൊരു വല്ലാത്ത ചതിയാണ്. എഞ്ചിന് പവർ കൂട്ടിയാൽ സുഖം വേണ്ടേ? അതെ, ഓപ്ഷൻസ് കുറച്ചാണ് GT-യിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ഇതിന് വാറണ്ടി ഇപ്പം എങ്ങനെയാ? ഇതും 2026 5 മാസം വരെ വാറണ്ടി ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും ഇപ്പം എടുക്കുന്ന കസ്റ്റമേഴ്സിന്. പിന്നെ ഇതിലും വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ കസ്റ്റമർ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. മൈലേജ് ഒക്കെ നേരത്തെ പറഞ്ഞ ടർബോ ആണ് വരിക, 1 ലിറ്റർ ടർബോ. എത്ര ചോദ്യം? ഇതിപ്പോൾ നമ്മൾ 12,50,000. ചോദ്യമല്ല, ഇതൊരു കസ്റ്റമർ വണ്ടിയാണ്. ഫൈനല് അതെ. ലോണ് ഒരു 12 ലക്ഷം വരെ കിട്ടും. 11.5 എന്തായാലും കിട്ടും. അതിന്റെ മുകളിൽ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. കുറെ കാലമായി ക്യാപ്സിൽ ഈ ഒരു സാധനം കണ്ടിട്ട്. ഇതായിരുന്നു നമ്മുടെ തുടക്കകാലത്ത് ഡസ്റ്റർ ടെറാനോ ഇതിനൊരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ക്യാപ്സ്. അതെ. ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഡസ്റ്റർ വന്നു. KL 27 രജിസ്ട്രേഷൻ അല്ലേ? 2018 മോഡല് 19 രജിസ്ട്രേഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതിപ്പോൾ വീണ്ടും നമ്മൾ ഡസ്റ്ററിനെ കൊണ്ടുവരാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓണിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി കിട്ടിയപ്പോൾ നമ്മൾ എടുത്തതാണ് വീണ്ടും. അങ്ങനെ പരിഗണിക്കില്ല? അതെ. അങ്ങനെ പരിഗണിച്ചാൽ അതായത് ഈ ഷോറൂം തുടങ്ങുന്നതിന് മുന്നേ ഒരു ഷോറൂം ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ടായി. അതെ, ആക്സിസ് ബാങ്കിന്റെ തൊട്ടടുത്ത്. അതെ, ആക്സിസ് ബാങ്കിന്റെ തൊട്ടടുത്ത് വാങ്ങാൻ തന്നെ അവിടെയായിരുന്നു ഇതിൻ്റെ ഒരു ചാകര ഒരു സമയത്ത്. ഓക്കെ,
ക്ലെയിമും കാര്യമൊക്കെ ഉണ്ടോ? ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഓട്ടോ എത്ര? ഇതിപ്പോൾ കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്. ഏതാ? RX അല്ല എസ് ആണല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? 5,90,000 അത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഫൈലാണ്, കസ്റ്റമർ പ്രൊഫൈൽ. പക്ഷേ ഏവറേജ് കസ്റ്റമേഴ്സിന് പോലും ഫുൾ ഓൺ നമുക്ക് ചാൻസ് ഉണ്ട്. എന്തായാലും ഏവറേജ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പ്രകാരം കേട്ടോ. എങ്ങനെ? സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലാണ്ട് നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യുന്നതല്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ അതായത് മുന്നത്തെ ട്രാക്കിൽ. അപ്പം നിങ്ങൾ ഇത് ചെയ്ത തെറ്റ് പോലും ആയിരിക്കില്ല. നിങ്ങളടുത്ത് നിങ്ങളെ ജാമ്യം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ള പ്രശ്നം പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതല്ല, ഒന്നുമല്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതിൽ തന്നെ സിബിലിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ കംബാക്ക് നടത്തിയ വേറൊരു വണ്ടി കൂടിയുണ്ട്, നെക്സോൺ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ വരും അത്. ഓക്കെ. എന്തായാലും ലോൺ ഏകദേശം ഫുള്ള് കിട്ടും. 5,90 നിങ്ങൾക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക്കാണ്, ലോ കിലോമീറ്റർ വണ്ടി. അടുത്തത് ജീപ്പ് കോമ്പസ് KL 31 വണ്ടിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. കാണിച്ചിട്ടുണ്ട്. ലോണ് കൊടുത്തിരുന്നു, ഇപ്പോൾ റിജക്റ്റ് ആയി വീണ്ടും. എങ്ങനെയാ മോഡലൊക്കെ? എങ്ങനെയായിരുന്നു മോഡലൊക്കെ? ഏതാ ഇത്? 2019 മോഡൽ ഡീസൽ ലിമിറ്റഡ് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 10,90,000 രൂപ. 19 മോഡല് ഡീസലാണ്, മാനുവൽ. ഒരു 15-16 റേഞ്ചൊക്കെ മൈലേജ്. ലോഗിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. 10,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓപ്ഷൻ ലിമിറ്റഡ്. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നു. അതെ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടാവും, വിളിച്ചോളൂ. അന്ന് എത്രയാണ് ലോൺ തള്ളിപ്പോയ? എത്രയാ അന്ന് കസ്റ്റമർക്ക് വേണ്ടിയിരുന്നത്? 10 രൂപയാണ് ലോൺ പറഞ്ഞിരുന്നത്. അവർക്ക് പാസ്സായത് 7,45. വണ്ടിക്ക് എത്ര കിട്ടും? ഒരു 9 രൂപയ്ക്ക് നമുക്ക് എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ട്രാൻസാക്ഷൻസ് ഇല്ല. അപ്പം അത് വെച്ചിട്ടാണ് ലോൺ 7,45 പാസ്സായിട്ടുണ്ടായത്. അപ്പോൾ ഒരു 2 lakh കണ്ടാൽ ഇറക്കാൻ പറ്റും. അടുത്തത് ടാറ്റ ഹാരിയറിലെ ഹാരിയർ KL 39 രജിസ്ട്രേഷൻ ഫസ്റ്റ് ഷിപ്പ് ഹാരിയർ അല്ലേ? അതെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് XZ A+ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെ. അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പനോരമിക് സൺറൂഫ് അടക്കം ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയല്ലേ? ബിൽഡ് ക്വാളിറ്റി എന്ത് ചോദിക്കാനാ? ഓക്കെ. പിന്നെ എന്താ പറയുക, നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റ് കാര്യങ്ങൾ, ഓടിക്കാൻ ലുക്കും ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് ഇത് തന്നെയാണ്. ഇഷ്ടപ്പെടുന്ന ഷേപ്പ് ഇതാണ്. ഓക്കെ. അപ്പോൾ എത്ര ഇതിൻ്റെ ചോദ്യം? 14,90,000 രൂപ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. 14,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുൾ ലോണിൽ. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. ഓക്കെ. അടുത്ത വണ്ടി 2 MG കണ്ട്, 2 ഫോക്സ് വാഗൺ കണ്ട്, ഇനി 4 കിയ നമ്മൾ കാണാൻ പോവാണ്. അതെ. രണ്ടും 4 അതെ. ആ ഒരു ഫ്ലോയില് ആദ്യം കാരൻസ് ആണ്, 7 സീറ്റർ, KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്, 24 രജിസ്ട്രേഷൻ, പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ. അതെ. ഓക്കെ. പ്രസ്റ്റീജ് മാനുവൽ പ്രസ്റ്റീജ് IMT. സോറി, IMT പറയുന്നു അല്ലേ? അതെ, IMT പറഞ്ഞു. മാനുവൽ തന്നെ ക്ലച്ച് ഉണ്ടാവില്ല. സെമി ഓട്ടോമാറ്റിക് അങ്ങനെ പറയാം. 23 മോഡൽ, 24 എന്ന് പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ട്. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ്. ഓട്ടം 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 7 സീറ്ററിൽ ഒരു കോമ്പാക്ട് 7 സീറ്റർ ആണെങ്കിൽ കൂടി സ്പേസ് ഉള്ള റോ ആണ്. തേർഡ് റോ ഒക്കെ വലിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം സ്പേസ്. ബേബി സീറ്റ് അല്ല, അങ്ങനെ ബേബി സീറ്റ് പോലത്തെ നമ്മളിങ്ങനെ കുടുങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പേസ് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിലെ പുഷ് ബട്ടൺ അലോയ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല ഫീച്ചേഴ്സ്? ഇതിൽ വരുന്നില്ല. അലോയ് വരുന്നില്ല അല്ലേ? ഇല്ല, അലോയിൽ വരുന്നില്ല. കാരണം ഇത് ബേസിന്റെ തൊട്ട മോഡൽ വരുന്ന ഓപ്ഷനാണ്. പ്ലസ് വരുന്നുണ്ട്. പ്ലസിൽ അലോയിൽ വരും. ഇതിലിപ്പം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. 6 എയർ ബാഗ് അടക്കമുള്ള ഒരുവിധ ഫീച്ചേഴ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ. ചോദ്യം 11,50,000 രൂപ. 11,23 മോഡൽ, 24 രജിസ്ട്രേഷൻ, പ്രസ്റ്റീജ് IMT. ഓക്കെ. ലോൺ എത്ര കയറും? നമുക്കൊരു 10 lakh എന്തായാലും കയറും. അതിൻ്റെ മുകളിൽ ട്രൈ ചെയ്യാം. ഓക്കെ. ആര് ട്രൈ ചെയ്യും? അത് ഞാൻ ചെയ്യാം. ഇനിയുള്ളത് 3 സെൽട്ടോസ് ആണ്. ആദ്യ സെൽട്ടോസ് KL 7 രജിസ്ട്രേഷൻ. ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTK+. മിഡിൽ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. മൈലേജ് ഉണ്ടാവും.
ഒരു 17-18 റേഞ്ചൊക്കെ മൈലേജ് കാര്യങ്ങളുണ്ടാവും. 18 അല്ല 20 വരെ മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് കിട്ടും 100%. ഓക്കെ. അപ്പോൾ അത് അത്ര ആധികാരികമായിട്ട് പറയാന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ അരസിന്റെ വീഡിയോ നമ്മളെ മെയിൻ സാധനം ഇതാണ്. അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ. ടയർ ഭാഗമെല്ലാം പുതിയതാ? അതെ. ഓക്കെ. പുതിയ ടയേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. STK പ്ലസ് എന്ന് പറയുമ്പോൾ ഡിഫോഗർ, വൈപ്പർ, അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബാക്ക് ക്യാമറ, ടച്ച് സ്ക്രീൻ. ഓക്കെ. പിന്നെ ഒരുവിധ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. ഒരുവിധ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് വാറണ്ടി ഉള്ള വണ്ടിയാണ്, കമ്പനി വാറണ്ടി 2026 വരെ, 26 6 മാസം വരെ. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. എത്രയാ ചോദ്യം? എത്രയാ ഇതിപ്പോൾ നമ്മൾ 13,35,000 രൂപ. 21 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് STK പ്ലസ്. ഓക്കെ. ഒരു 12.5 വരെയൊക്കെ ലോൺ വരും? 12 എന്തായാലും ലോൺ കിട്ടും. 12 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് ബ്ലാക്ക് സെൽറ്റോസ് KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ്. നേരത്തെ വൈറ്റ് കണ്ടു, ഇപ്പോൾ ബ്ലാക്ക്. ഡീറ്റെയിൽ ഇത് 2024 മോഡല് ന്യൂ ഷേപ്പിൽ വരുന്ന HTK ഡീസൽ മാനുവൽ ആണ് വാഹനം വരുന്നത്. STK ആണ്, K പ്ലസ് അല്ല. K ആണ്. പ്ലസിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഡിഫോഗർ, വൈപ്പറൊക്കെ വരും. ഇതിനകത്ത് അതൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ. അലോയ്സ് വരൂലേ? അലോയ്സ് ഇല്ല, അലോയ്സും ഇല്ല, KL-ഇല്ല, അലോയ്സ് ഇല്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ഓക്കെ. ബാക്കി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 39,000 ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2027 വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓട്ടം പോയിട്ടുണ്ട്. ആ മൈലേജ് ഉണ്ടാവുമല്ലോ? മൈലേജ് ഉണ്ട്. 20 മേലെ തന്നെ മൈലേജ് എന്തായാലും കിട്ടും. 20 മുകളിൽ എന്തായാലും കിട്ടും. മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓട്ടം പോയിട്ടുണ്ട്. ഒരു വർഷം സംബന്ധിച്ച് ഓട്ടം പോയിട്ടുണ്ട്. എത്ര? 28 വരെ വാറണ്ടി? 27 9 മാസം വരെയാണ് വാറണ്ടി വരുന്നത്. 24 മോഡലാണ്, ഡീസൽ മാനുവൽ HTK. എത്ര ചോദ്യം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13,75,000 രൂപ. 13.25 ലക്ഷം. ഓക്കെ. ലോണ് നമുക്ക് 12 എന്തായാലും കയറും. അത്രേ കയറുള്ളൂ? 12 റുപ്യൊക്കെ കയറുള്ളൂ. 13.25 എന്താ ചെറിയ മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 റുപ്യൊക്കെ കയ്യിൽ കണ്ടാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു തലശ്ശേരിക്കാരൻ KL58 രജിസ്ട്രേഷൻ. 58 AF 5250. 5 കൊണ്ട് ഒരു കളി, 50 കൊണ്ട് ഒരു കളി. ഡീറ്റെയിൽ ഒക്കെ ഇത് 2022 മോഡൽ HTX പെട്രോൾ മാനുവലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റേറ്റ് വരുന്നത് 12,35,000 രൂപ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കുറക്കാൻ പറ്റും? അപ്രോക്സിമേറ്റ്ലി ഞാൻ ഒന്ന് മറന്നു വരികയായിരുന്നു. തിരിച്ചെടുത്ത് നമുക്ക് ഒരു 11 റുപ്യൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. ആയിക്കോട്ടെ. 22 മോഡൽ HTX സൺറൂഫും അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ. പെട്രോൾ മാനുവൽ. ഓക്കെ. മൈലേജ് 16-18 വരെ ഉണ്ട്. 16 കിട്ടും. 16 കിട്ടും ഹൈവേയിൽ, ലോങ്ങിൽ. ഓക്കെ. ലോങ്ങിലാണ്. ലോങ്ങിൽ 17 കിട്ടും. ആയിക്കോട്ടെ. എന്നാൽ ഞാൻ ഒന്ന് കൂട്ടി. ആയിക്കോട്ടെ. ക്ലെയിം കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ? ഉണ്ട്. എല്ലാ ഹിസ്റ്ററി ഉണ്ട്. ലോണ് എത്ര? 11 റുപ്യ ലോൺ. അടുത്ത 7 സീറ്റർ ഹ്യുണ്ടൈ അൽക്കാസർ ആണ്. KL22 രജിസ്ട്രേഷൻ വാഹനം. പെട്ടെന്ന് ഫ്രണ്ട് കാണുമ്പോൾ ക്രെറ്റയെ പോലെ തോന്നും. പക്ഷേ പുറകിലേക്ക് രണ്ടാം കൂടി ഇരിക്കാം അല്ലേ? പുറകിലേക്ക് രണ്ടാം കൂടെ ഇരിക്കാം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2027 വരെ വാറണ്ടി ഉള്ള വാഹനം. 27 വരെ വാറണ്ടി ഉണ്ട്. 22 മോഡലുമാണ്. ലോക്കലോട്ടർ വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നോക്കുകയാണെങ്കിൽ ലോക്കലോട്ടർ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വാറണ്ടി ഉണ്ട്. 2022 മോഡലാണ്. ഫുൾ ഓപ്ഷൻ. റേറ്റ് വരുന്നത് 17 ലക്ഷം രൂപ. 17 ലക്ഷം. തന്നർക്ക് ഏകദേശം എത്ര ഉണ്ടായിരുന്നു അറിയോ? 25 ലക്ഷം റുപ്യൻ്റെ അടുത്തുണ്ട്. 24 സംതിങ്. ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. അതെ. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കിട്ടും? 15-16 കിട്ടും. 15. ഇത് ബാക്ക് റോ അത്യാവശ്യം സ്പേസ് ഇല്ലേ ഇരിക്കാൻ? ഇതിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കാരൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കാരൻസിനേക്കാൾ ഒരു പൊടിക്ക് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ബേബി MGനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു. ഇനി കമ്പനി എടുത്ത് തന്നെ അലക്കുമോ എഞ്ചിന്? അതൊന്നുമില്ല. നമ്മളെ ആൾക്കാരെടുത്ത് നമ്മൾ പറയട്ടെ നമ്മളെ അഭിപ്രായം അങ്ങനെയാണല്ലേ? അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ 2 MG കാണിച്ചു. ഇനി അവസാനിപ്പിക്കുന്നത് 2 ബ്രസ കാണിച്ചിട്ടാണ്. ഒരു ബ്ലൂ, ഒരു റെഡ്. ഇത് KL14 രജിസ്ട്രേഷൻ. ഡീറ്റെയിൽ ഇത് 2020 മോഡലാണ്. പെട്രോൾ മാനുവൽ VXI ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അതായത് പുഷ് ബട്ടൺ അലോയ് വീലൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ.
സിംഗിൾ ഓണർഷിപ്പിൽ 36,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വലിയ ഓട്ടം പോയിട്ടില്ല. അതെ അതെ അതെ. എത്ര ചോദ്യം എത്ര? പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 7,15,000 രൂപ. 7,15 2020 വണ്ടി VXI ഓപ്ഷനിൽ മാനുവൽ പെട്രോൾ മാനുവൽ ബ്രസ്സയാണ്. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കും. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ലോൺ എത്ര കിട്ടും? നമുക്ക് 6 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. കിട്ടും. അതെ അതെ. ഇനി നേരെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ KL01 വരുന്ന ബ്രസ്സ. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2021 മോഡൽ VXI ആണ്. ഇതിലും അതേപോലെ തന്നെ 36,000 കിലോമീറ്റർ തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. കസ്റ്റമർ പാർക്കിംഗ് സീൽ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് 8,50,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 8,50 ഈ ഒരു റെഡും കൊണ്ടുപോകാം. അതെ അതെ. അപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇവിടെ വേറെ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതെ അതെ, വിളിക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോ ആയിട്ട് SUV സെഗ്മെന്റ് മാത്രമല്ല, ഇനി എന്ത് വേണമെങ്കിലും ഹാഷ് ബാക്ക് സെഡാൻ എല്ലാം ഉണ്ടാവോ? എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സെഡാൻ ഹോണ്ട സിറ്റി ഒക്കെ ഉണ്ട് നമ്മളടുത്ത്. പിന്നെ ഒന്നും കൊണ്ടാക്കാത്ത പിന്നെ വെർട്ടസ് ഉണ്ട്. എല്ലാം ഒക്കെ അടുത്ത വീഡിയോയിൽ വരും. ഇതെല്ലാം കൂടി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കോയിങ്ങൂലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും. നമുക്ക് എപ്പിസോഡ് വേണ്ടേ? ആയിക്കോട്ടെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ. പഴയ പോലെ ടിയാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ടിയാഗോ ഇല്ല, എന്നാലും ഇനി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കൊണ്ടാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ എവിടുന്നാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പുതിയ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. നമുക്കൊന്ന് അറിയണ്ടേ? നമുക്കൊരു സന്തോഷം, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.